ഹായ് ഓൾ വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ ചെറിയൊരു വ്ളോഗാണ്. ഇത് ഞാൻ നോമ്പിൻ്റെ ടൈം എടുത്ത വീഡിയോ ആണ്. നമ്മളെ ഫ്രണ്ടിൻ്റെ വീട്ടിലൊരു ഇഫ്താർ പാർട്ടി ഉണ്ടായിരുന്നു. അതിനുവേണ്ടി നമ്മളെല്ലാവരും കൂടി സ്നാക്സൊക്കെ ഉണ്ടാക്കിയിട്ടാണ് പോയത്. അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനാണ്. അതിനുവേണ്ടി ചെമ്മീനും അതുപോലെ ചിക്കനൊക്കെ കട്ട് ചെയ്ത് ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാല ഇട്ട് കൊടുക്കാം. ഞാൻ ചെമ്മീൻ കിണ്ണറൊട്ടിയും അതുപോലെ ബട്ടർ ചിക്കൻ പോളയാണ് ഉണ്ടാക്കിയത്. ബട്ടർ ചിക്കൻ പോളേൻ്റെ റെസിപ്പി ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു വെക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പോള തന്നെയാണ്. അപ്പോൾ ഇതിൽ മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫില്ലിങ് തയ്യാറാക്കിയെടുക്കാം. ഞാൻ ഉച്ചയ്ക്ക് ശേഷമാണ് പോയത്. ഇത് രാവിലെ തന്നെ ഉണ്ടാക്കി വെക്കുന്നുണ്ട് മസാലകളൊക്കെ. ഇതിൻ്റെ ഫില്ലിങ്ങൊക്കെ നേരത്തെ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് അന്നത്തെ ദിവസം മോളെ സ്കൂളൊന്ന് പോകാനുണ്ടായിരുന്നു. അതിന് മുന്നേ ആയിട്ട് തന്നെ ഇതിൻ്റെ ഫില്ലിങ് ഉണ്ടാക്കി വെച്ചാൽ വന്നിട്ട് വേഗം ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇതൊക്കെ രാവിലെ തന്നെ ഉണ്ടാക്കി വെക്കുന്നത്. അങ്ങനെ ബട്ടർ ചിക്കൻ പോളേൻ്റെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. ഇനി ചെമ്മീൻ ഫ്രൈ ആക്കി എടുക്കാം. അത് ഫ്രൈ ആവുന്ന ടൈം കുറച്ച് സവാള ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. വീഡിയോസ് ഇടാൻ കുറച്ച് മടി പിടിച്ചിരിക്കുകയാണ്. എഡിറ്റിംഗ് ആണ് വലിയ പ്രോബ്ലം. വീഡിയോസൊക്കെ ഒരുപാട് എടുത്തു വെച്ചത് തന്നെ ഉണ്ടായിരുന്നു. ചെറിയ ചെറിയ ക്ലിപ്സൊക്കെ ആയിട്ട് ഇങ്ങനെ എടുത്തു വെക്കും. എഡിറ്റ് ചെയ്യാനുള്ള ടൈമും അതുപോലെ ഹെൽത്ത് ഇഷ്യൂസൊക്കെ ആയിട്ട് കുറച്ച് ബിസി ആയിരുന്നു. ചെമ്മീൻ ഫ്രൈ ചെയ്ത് വെച്ച സെയിം ഓയിലിൽ തന്നെ ഞാൻ ഈ സവാള ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. നന്നായി വഴന്ന് വന്നാൽ ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ പച്ചമുളക്, കറിവേപ്പില എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒന്നും വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചെമ്മീൻ ചെറുതാക്കി കട്ട് ചെയ്ത് അതും കൂടി ലാസ്റ്റ് ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫില്ലിംഗ് ആണിത്. ഇനി ഇതിലേക്ക് ലാസ്റ്റ് മല്ലിയില കൂടി ചേർത്ത് ഇതിൻ്റെ തീ ഓഫ് ചെയ്യാം. ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. ആ ഒരു ടൈം മോൾ എണീച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവൾക്കുള്ള ഫുഡൊക്കെ കൊടുത്ത് നമ്മൾ സ്കൂളിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അവൾക്ക് യൂണിഫോമും ബുക്സൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അന്ന് പോയത്. കിണ്ണറൊട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജീരകശാല അരി നേരത്തെ തന്നെ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് തേങ്ങാപ്പാലിൽ ഒന്ന് അരച്ചെടുത്തതാണ്. നല്ല ലൂസായിട്ടുള്ള ബാറ്ററാണ് ഇതിന് വേണ്ടത്. ഇതിൻ്റെ റെസിപ്പി എല്ലാവർക്കും അറിയുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടില്ല. പിന്നെ ടൈമും ഉണ്ടായിട്ടില്ല എല്ലാതും എടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഇതുപോലെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതുപോലെ കുറച്ച് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലായി ഫില്ലിംഗ് ഇട്ട് കൊടുക്കാം. പിന്നെ അതിൻ്റെ മുകളിലായി കുറച്ച് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ കുക്കായി വരും. ഇനി ഇത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ ഒരു കേക്ക് ടിന്നിലോ അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റീൽ പ്ലേറ്റിലോ ഇതേപോലെ കുറച്ച് തിക്കിലും ഇത് ഉണ്ടാക്കിയെടുക്കാം. ഓരോ ലെയറായിട്ട് ബാറ്ററും ഫില്ലിങ്ങും ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇത് റെഡിയായി ഒന്ന് ചെക്ക് ചെയ്ത് വെക്കാം. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ചൂടാറാനായി മാറ്റി വെക്കാം. അടുത്തതും ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് ഇത്. പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാനും പറ്റും. അതുപോലെ ഹെൽത്തിയുമാണ്. നോമ്പിൻ്റെ ടൈമൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു സ്നാക്ക് തന്നെയാണ്. ഈ ഒരു ഐറ്റം ആദ്യമായിട്ട് കഴിച്ച എൻ്റെ ഒരു ഫ്രണ്ടൊക്കെ ഉണ്ടായിരുന്നു. അവൾക്കൊക്കെ നല്ല ഇഷ്ടമായി. നമ്മൾ 2 ഫ്രണ്ട്സ് ഒന്നിച്ചാണ് പോയത്. അവിടെ 2-3 ഫ്രണ്ട്സ് എത്തിയിട്ടുണ്ടായിരുന്നു. അവരൊക്കെ ടേബിൾ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ നമ്മളെല്ലാവരും ഓരോ ഐറ്റംസ് കൊണ്ടുവന്നതൊക്കെ ടേബിളിൽ സെറ്റാക്കി വെക്കുന്നുണ്ട്. പിന്നെ ഫ്രണ്ട് ജ്യൂസും ഫ്രൂട്ട്സൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ സ്നാക്സും ബിരിയാണിയും അതൊക്കെ അവൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഏകദേശം നോമ്പ് തുറക്കാനുള്ള ഒരു ടൈം ആയിട്ടുണ്ടായിരുന്നു. എല്ലാതും സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എല്ലാവരും ഐറ്റംസ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മളെല്ലാവരും കൂടി നോമ്പൊക്കെ തുറന്ന് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ മുഴുവനായിട്ട് കാണാനും മറക്കല്ലേ. നോമ്പൊക്കെ തുറന്നതിന് ശേഷം അവൾ ഫ്രണ്ട് ചായ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ചായയൊക്കെ എടുത്ത് ബാൽക്കണിയിലേക്ക് കുറച്ച് സമയം സ്പെൻഡ് ചെയ്തു. നല്ല വ്യൂ ആണ് അവളെ ബാൽക്കണി എന്നുള്ളത്. ബാൽക്കണി വ്യൂ ആണിത്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഡിന്നർ കഴിക്കുകയാണ്. അതിന് വേണ്ടിയിട്ടെല്ലാം അത് സെറ്റാക്കുന്നുണ്ട്. ബീഫ് ബിരിയാണി, അതുപോലെ ചില്ലി ചിക്കൻ, ബട്ടൂര, അതൊക്കെ ഫ്രണ്ട് ഫായ് ഉണ്ടാക്കിയതാണ്.
അവൾ കുറച്ച് അധികം ഐറ്റംസ് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അന്നത്തെ ദിവസം. പിന്നെ പത്തിരി, ഫിഷ് കറി, കപ്പ എല്ലാതും ഉണ്ടായിരുന്നു. എല്ലാതും നല്ല ടേസ്റ്റ് തന്നെയായിരുന്നു. അതുപോലെ പുഡിങ്ങും ഉണ്ടായിരുന്നു, ഇളനീർ മിൽക്ക് കേക്ക്, പിന്നെ ചോക്ലേറ്റ് പുഡിങ്ങൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഫ്രണ്ട്സ് ഉണ്ടാക്കിയതാണ്. നല്ല ടേസ്റ്റ് ആയിരുന്നു എല്ലാതും. അപ്പോൾ ഇതൊക്കെയാണ് അന്നത്തെ നമ്മൾ ചെറിയൊരു ഇഫ്താർ പാർട്ടി.